പ്രശാന്ത്, 16ാമത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ 15 ബാക്കി നിൽക്കുമ്പോൾ ഈ ചില മുന്നണികളൊക്കെ വലിയ മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനമായിട്ട് നമുക്ക് BJPയെ പറ്റി പറഞ്ഞാൽ അവർക്ക് ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ ഇക്കുറി ഉണ്ടെന്നുള്ളതാണ്. അത്തരത്തിലാണ് ഇപ്പോൾ അവരുടെ പുനഃസംഘടനാ സംവിധാനം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ അവർക്കൊരു നേട്ടമാക്കി മാറ്റാനുള്ളൊരു ശ്രമത്തിലല്ലേ? തീർച്ചയായിട്ടും അതിനകത്ത് സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ BJP മുന്നോട്ട് പോകുന്നത്. അതായത് ബൂത്ത് തലത്തിൽ തൊട്ട് സംസ്ഥാന ലെവലിൽ തന്നെ ദേശീയ തലത്തിൽ അവരുടെ സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ സമയമാണ്. അതുകൊണ്ടാണ് ഇവിടെയും താഴെ തട്ടുകൊണ്ട് സംഘടനാ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 80-ലാണല്ലോ BJP ഉണ്ടായത്. അന്ന് തൊട്ടേ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ട് പോകുന്ന കേഡർ പാർട്ടി എന്ന് പറയാവുന്നതാണ് BJP. അപ്പോൾ ഈ നമ്മൾ കേഡർ പാർട്ടി എന്ന് പറയുമ്പോൾ ഇവിടെ BJP, പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കേരളത്തിൽ CPM. ദേശീയ തലത്തിൽ നോക്കിയാലും ദേശീയ പാർട്ടിയായിട്ട് നോക്കുമ്പോൾ അവർക്കേ ഉള്ളൂ സംഘടനാ തെരഞ്ഞെടുപ്പുള്ളത്. CPIക്കും ഉണ്ടാവും സംഘടനാ തെരഞ്ഞെടുപ്പ്, CPIക്കും സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കും. കോൺഗ്രസിന് സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നിട്ട് കാലങ്ങളായി. അതിനകത്ത് നടത്താൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. പിന്നെ ഉൾപാർട്ടി ജനാധിപത്യമുള്ള പാർട്ടിയാണ്. ഉൾപാർട്ടി ഒരു ജനാധിപത്യവും ഇല്ല, അതൊരു കുടുംബ പാർട്ടി എന്ന് പറയാം. അതുകൊണ്ട് ഇപ്പം BJPക്കകത്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം BJP സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തുന്നു. സംഘടനാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന നേതാക്കന്മാർ യോഗ്യരാണെങ്കിൽ അവരെ തന്നെ പുനഃസ്ഥാപിക്കുകയോ അല്ലെങ്കിൽ മാറ്റി സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ കൂടുതൽ താല്പര്യമുള്ളവരെ കണ്ടെത്തി അതിനെ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ നേതൃത്വ പാഠവുമുള്ളവരെ ഇതിൻ്റെ തലപ്പത്ത് കൊണ്ടുവരിക എന്നൊക്കെയാണല്ലോ അതിൻ്റെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ BJP ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ വളരെ വലിയൊരു മാസ്റ്റർ പ്ലാൻ്റെ ഭാഗമായിട്ടായിരിക്കും ഒരു പക്ഷേ അവർക്ക് പ്രത്യേകം ജില്ലകൾ തന്നെയായി. ഇപ്പം നമുക്ക് ഉള്ള ജില്ലകൾക്കകത്തല്ല, അവർക്കിപ്പോൾ 30 ജില്ലയുണ്ട്. 30 ജില്ലാ പ്രസിഡന്റുമാർ വരും. അതെ, അത് ഒരു പക്ഷേ ജില്ലകളുടെ ജനങ്ങളുടെ വലിപ്പം അനുസരിച്ചാണ്. അപ്പം അതിൻ്റെ അർത്ഥം തന്നെ ആഴത്തിലേക്ക് ആൾക്കാരുടെ അടുത്ത് നേതാക്കന്മാർ കൂടുതൽ എത്തിച്ചേരുന്നതിന് വേണ്ടി അപ്പം നേതാക്കന്മാരെ കൂടുതൽ തീരുമാനിക്കുന്നു. അപ്പോൾ എറണാകുളത്ത് 3 ജില്ലാ പ്രസിഡന്റുമാരാകുമ്പോൾ ഒരു ജില്ലാ പ്രസിഡന്റ് എത്തുന്നതിനെക്കാട്ടി കൂടുതലായിട്ട് 3ആയിട്ട് വിഭജിക്കുമ്പം ആ പ്രദേശങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ കഴിയും. ഒരു പക്ഷേ അത് കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ കഴിയുക എന്ന് പറഞ്ഞാൽ കൂടുതൽ പേരെ ആ പാർട്ടിക്കകത്തേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി ആ പാർട്ടി അധികാരത്തിൽ വരുന്നത് കൊണ്ട് അവർക്ക് ഉണ്ടാകുന്ന ഗുണം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ആ പാർട്ടി എന്തിന് ഇന്ത്യയിൽ നിലകൊള്ളുന്നു എന്നതിനെപ്പറ്റി വ്യക്തത വരുത്തി കൊടുക്കുന്നതിന് വേണ്ടി, ജനങ്ങൾക്ക് വ്യക്തത കൊടുക്കുന്നതിന് വേണ്ടിയൊക്കെയാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ, ആ അർത്ഥത്തിൽ അത് മുന്നോട്ട് പോവുകയാണെങ്കിൽ BJPക്ക് വലിയ വിജയത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. പക്ഷേ BJP ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ BJP സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തി നേതാക്കന്മാരെ തീരുമാനിക്കുമ്പോൾ ഇവിടുത്തെ, അതായത് ഈ പറയുമ്പോൾ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയും. സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ കേരളത്തിലകത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയവും അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുടെയൊക്കെ കാര്യം നോക്കുമ്പോൾ നമ്മൾ ഈ പറയുമ്പോൾ ഇതിനകത്ത് ന്യൂനപക്ഷം ഭൂരിപക്ഷം വോട്ടിംഗ് പാറ്റേൺ പല രീതിയിലാണല്ലോ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് 55% ഈ പറയുന്ന BJPയെ ഈ മുസ്ലിം ലീഗ് ഉൾപ്പെടെ വർഗീയ പാർട്ടി എന്ന് BJP വിളിക്കും. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയും വർഗീയ പാർട്ടി എന്നാണ് BJP വിളിക്കുന്നത്. അപ്പോൾ ഹിന്ദു പാർട്ടിയാണ്, വർഗീയ പാർട്ടിയാണ്, അത് CPM വിളിക്കും, കോൺഗ്രസ് വിളിക്കും. കാരണം അവർക്ക് അങ്ങനെ വിളിച്ചാൽ മാത്രമേ ഇവിടെ നിലനിൽപ്പുള്ളൂ. അതൊരു വർഗീയ പാർട്ടിയാണ്, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പാർട്ടിയാണെന്ന് വരുത്തി തീർത്ത് ഇതുവരെ നിലനിന്നുകൊണ്ടിരുന്ന പാർട്ടിയാണ് ബാക്കിയുള്ള പാർട്ടികൾ. അതിനകത്ത് മുസ്ലിം ലീഗ് വരെ വരും കൃത്യമായിട്ട്. പക്ഷേ BJP ഒരു വർഗീയ പാർട്ടി അല്ല, അല്ലെങ്കിൽ അവർ മതേതര ജനാധിപത്യ സംവിധാനത്തിലുള്ള പാർട്ടിയാണെന്നുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രചരണം നടത്തി പോകുന്ന പാർട്ടിയാണ്. പക്ഷേ ഹിന്ദുത്വയോട് കൂടുതൽ താല്പര്യമുള്ളതും അല്ലെങ്കിൽ സംസ്കാരത്തോട് കൂടുതൽ താല്പര്യമുള്ളതും രാജ്യത്തിനോട് അല്ലെങ്കിൽ ആ രാജ്യത്തിനോട് കൂടുതൽ കൂറുള്ള പാർട്ടിയാണെന്ന് സമ്മതിച്ചു പോകുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ അതാണ് അതിനകത്തുള്ളത്. അപ്പം ഇവിടുത്തെ ഇന്ത്യയിലുടനീളം അവർ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തുന്നു, അല്ലെങ്കിൽ അതിനകത്തുള്ള നേതാക്കന്മാരുണ്ട്. ഓരോ സംസ്ഥാനങ്ങളിലും അവർ ആ സംസ്ഥാനത്തിൻ്റെ ജനങ്ങളുടെ പൾസനുസരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നതുകൊണ്ടായിരിക്കും ആ സംസ്ഥാനങ്ങളിലൊക്കെ അവർക്ക് ഈ പറയുന്നത് പോലെ അധികാരത്തിൽ വരാൻ സാധിക്കുന്നത്. അപ്പം കേരളത്തിൽ അധികാരത്തിൽ വരണമെങ്കിൽ കേരളത്തിലെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഇവിടെ നടത്തണം. സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തുമ്പോൾ ഇവിടുത്തെ സമവാക്യങ്ങൾ അല്ലെങ്കിൽ വോട്ടിംഗ് സമവാക്യങ്ങൾ, സാമുദായിക സമവാക്യങ്ങൾ അല്ലെങ്കിൽ മത സമവാക്യങ്ങളൊക്കെ അവർ പരിശോധിക്കേണ്ടതായിട്ട് വരും. കാരണം അങ്ങനെയൊക്കെ നമ്മൾ എത്ര പറയുമ്പോഴും അങ്ങനെയൊക്കെയാണല്ലോ വോട്ട് പോകുന്നത്. 55% ഇവിടുത്തെ ഈ പറയുന്ന ഹിന്ദു വോട്ടുകളെന്ന് പറയുന്നത്. ബാക്കി പറയുന്ന 45%-നകത്ത് 30% മുസ്ലിം വോട്ടും 15% ക്രിസ്ത്യൻ വോട്ടുമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഇന്ത്യയിലുടനീളം പരിശോധിക്കുമ്പോൾ BJPയുടെ ഏറ്റവും വലിയ ശത്രുവായിട്ട് നിൽക്കുന്ന പാർട്ടി ഒരുപക്ഷെ മുസ്ലിം ആയിരിക്കും. അല്ലെങ്കിൽ BJPക്കെതിരെ നിൽക്കുന്ന BJP
അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലുടനീളം കഴിഞ്ഞ 2024 നമ്മൾ പരിശോധിക്കുമ്പോഴും മുസ്ലിം വോട്ട് ചെയ്ത് കോൺഗ്രസിനാണ്. അതിന് കാരണമെന്ന് പറഞ്ഞാൽ BJP മാരെ ദേശീയ തലത്തിൽ വരാൻ സാധ്യത ഉള്ള പാർട്ടി അല്ലെങ്കിൽ ദേശീയ പാർട്ടി എന്ന് ഇപ്പോഴും നിൽക്കുന്നത് കോൺഗ്രസ്സാണ്. അപ്പം ഇവിടെ ഈ പറയുന്നത് പോലെ വ്യക്തമായ സ്വാധീനം മുസ്ലിം ലീഗിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന മുസ്ലിങ്ങൾക്കുള്ളതും അത് അല്ലെങ്കിൽ അതൊരു 30% വരുമ്പോൾ ഈ BJP ഇപ്പം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരിശോധിക്കുമ്പോൾ 20% വന്നിട്ടുണ്ട്. ആ 20% എന്ന് പറയുമ്പോൾ അത് ഹിന്ദു വോട്ട് മാത്രമാണ്, അല്ലെങ്കിൽ നാമമാത്രമായിട്ടുള്ള ക്രിസ്ത്യൻ വോട്ട് വന്ന് കാണും. ചിലതൊക്കെ പരിശോധിക്കുമ്പോൾ ഒരു ഇളക്കം, ഒരു ചെറിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അത് തൃശ്ശൂർ പരിശോധിക്കുമ്പോഴാണ് അല്ലെങ്കിൽ മനസ്സിലാവും ചെറിയ മാറ്റം സംഭവം. പക്ഷേ ആ മാറ്റം പോരാ BJPക്ക് അധികാരത്തിൽ വരുന്നതിന്. ആ മാറ്റം പോരാ. കാരണം ഇവിടെ ഇനിയും സഹായിക്കേണ്ടത്, കാരണം ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഹിന്ദു പാർട്ടി എന്ന് പറഞ്ഞ് ഇപ്പോഴും വോട്ട് കിട്ടുന്ന, അല്ലെങ്കിൽ ഹിന്ദു പാർട്ടി എന്ന് നമ്മുടെ വിശേഷണത്തിൽ പറയാൻ പറ്റുന്ന പാർട്ടി CPM അല്ലെങ്കിൽ CPI എന്ന് വെച്ചാൽ അവർക്കാണ് ഈഴവരുടെ 26% വരുന്ന ഈ 55%-നകത്ത് 26% വരുന്ന ഈഴവ വോട്ടിന്റെ അതാണ് 15% അവർക്ക് കിട്ടുന്നത്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈഴവ വോട്ടുകൾ മുഴുവൻ BJPയിലേക്ക് മുഴുവൻ പോയെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതിനകത്തൊരല്പം അതിശയോക്തി കലർത്തിയതാണ്. പക്ഷേ നല്ല പങ്ക് പോയിന്ന് CPM തന്നെ വിലയിരുത്തി. നല്ല പങ്കല്ല, അതിനകത്ത് 1-2 സാറേ ഒരു പാർട്ടി വിജയിക്കുന്നത് ഒരു പാർട്ടി UDF LDF വിജയിക്കുന്ന 2% താഴെയുള്ള വോട്ടിനാണ്. ഇതിനകത്തൊന്ന് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടിനകത്തൊന്ന് 2% വോട്ട് നഷ്ടപ്പെട്ടാൽ ആ പാർട്ടി അധികാരത്തിൽ വരത്തില്ല. അത്രയും പഠിച്ചാൽ മതി. അപ്പം ഈ BJPക്കകത്തോട്ട് ഒഴുക്കുണ്ടായിട്ടുണ്ട്, ഈഴവരുടെ ഒഴുക്കുണ്ടായിട്ടുണ്ട്. പ്രകടമായത് ആലപ്പുഴയിലുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, മുരളീധരൻ മത്സരിച്ചിട്ടുണ്ട്. അപ്പം അതിനകത്ത് അതുകൊണ്ടാണ് അവരുടെ രാഷ്ട്രീയ ശൈലിയിൽ അവർ മാറ്റം വരുത്തിയത്. അവർ മുസ്ലിങ്ങളുടെ പുറകെ പോയി വോട്ടിന് പോയി മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടുന്നില്ല. അതിൻ്റെ കൂടെ ആ പുറകെ പോയതിൻ്റെ കാരണം കൂടി ഈ ഈഴ വോട്ട് പോകുന്നതിന് കാരണമായിട്ടുണ്ട്. അല്ലെങ്കിൽ അതിന് BJP അത് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. CPM പോലുള്ള പാർട്ടി, വർഗീയ പാർട്ടികളുടെ കൂടെ, അത് മുസ്ലിം വർഗീയതയുടെ കൂടെ നിൽക്കുന്നു, ഗാസയ്ക്കയുടെ കൂടെ നിൽക്കുന്നു, ഗാസയ്ക്ക് വേണ്ടി ഇവിടെ മുദ്രാവാക്യം വിളിക്കുന്നു, SDPIക്കാരൻ്റെ ഭാഗമാകുന്നു, PFIക്കാരൻ്റെ ഭാഗമാകുന്നു, ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗമാകുന്നു. അപ്പോൾ അതിനുവേണ്ടി അത് ഒരു പരിമിതി വരെ BJPക്ക് ഈഴ വോട്ട് സ്വാധീനിക്കാൻ സഹായമായത് കൊണ്ടാണ് അവർ നിലപാട് മാറ്റുന്നത്. ഇപ്പോൾ അവർ നിലപാട് മാറ്റി. അപ്പം ഞാനീ പറഞ്ഞത് ഈ കിട്ടിയേക്കുന്ന 20% എന്ന് പറഞ്ഞാൽ ബഹുഭൂരിപക്ഷവും ഹിന്ദു വോട്ടാണ്. അതിനകത്ത് നിന്ന് ഈഴവൻ്റെ കാണും, ഈ പറയുന്ന 50%-നകത്ത് പട്ടികജാതിക്കാരൻ്റെ പിന്നോക്കാരൻ്റെയും കാണും. ബഹുഭൂരിപക്ഷം ഈഴവ വോട്ടും പിന്നോക്ക വിഭാഗത്തിൻ്റെ വോട്ടുമാണ് CPMൻ്റെ അടിസ്ഥാനം. ഇനിയും അവർക്ക് മുന്നോട്ട് വരണമെങ്കിൽ അതിനകത്തുനിന്ന് പിടിക്കണം. അതിനെക്കാട്ടിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ അവർക്ക് ഏറ്റവും എളുപ്പത്തിൽ വരാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായമായിട്ടുള്ള ക്രിസ്ത്യാനിയുടെ വോട്ട് പിടിക്കാൻ സാധിക്കും. കാരണം അതുകൊണ്ടാണല്ലോ അവർ ജോർജ് കുര്യനെയും ഒക്കെ തന്നെ മുൻനിരയിലേക്ക് കൊണ്ടുവന്നത്. ജോർജ് കുര്യനെ കൊണ്ടുവന്നു, അതിന് മുമ്പ് അൽഫോൺസ് കണ്ണന്താനെ കൊണ്ടുവന്നു, PC ജോർജിനെ ഇപ്പം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഇപ്പം അതിന് സാധ്യതയുണ്ട്. കാരണം കോൺഗ്രസിനെ സഹായിച്ചുകൊണ്ടിരുന്ന ഈ പറയുന്ന ന്യൂനപക്ഷ വോട്ടിനകത്ത് ഈ പറയുന്ന ക്രിസ്ത്യൻ വോട്ടുണ്ട്. ആ ക്രിസ്ത്യൻ വോട്ട്, ന്യൂനപക്ഷ വോട്ട്, ഈ വഖഫ് ഉൾപ്പെടെയുള്ള വിഷയം അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ അപ്രമാദിത്യം കൊണ്ട് കോൺഗ്രസിനോട് അത്ര തൃപ്തിയല്ലാതെ നിൽക്കുന്ന ഒരവസ്ഥ. മാത്രവുമല്ല കോൺഗ്രസിനകത്ത് പണ്ടത്തെ പോലെ ക്രിസ്ത്യാനിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന നേതാക്കന്മാരില്ലാത്ത ഒരവസ്ഥ. ആ ഒരവസ്ഥ മുതലെടുത്തുകൊണ്ട് വളരെ കൃത്യമായിട്ട് നല്ല ഒരു നേതാവിനെ അല്ലെങ്കിൽ അവരുടെ സഭയ്ക്കകത്ത് സംസാരിക്കാൻ സാധിക്കുന്ന, സഭയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന സഭാ മേലധ്യക്ഷന്മാർക്ക് തുറന്നൊരു കാര്യം സംസാരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇയാൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു സംരക്ഷണമാകുന്നു, സുരക്ഷിതത്വമാണെന്നും സഭയ്ക്ക് ബോധ്യമുള്ള, ക്രിസ്ത്യാനിക്ക് ബോധ്യമുള്ള നേതാക്കന്മാരെ കൊണ്ടുവന്നാൽ വളരെ മുന്നേറ്റം നടത്താൻ പറ്റും. അതിനിപ്പം നമ്മൾ സാധ്യത കാണുന്നതെന്ന് പറഞ്ഞാൽ BJPയുടെ ഭാഗമായിട്ട് PC ജോർജ് ഉണ്ട്. PC ജോർജ് സഭാ മേലധ്യക്ഷന്മാരുടെ ഏത് രീതിയിലും കാര്യം പറയാൻ പറ്റും, സാമാന്യമായിട്ടും പറയാൻ പറ്റും, ഇച്ചിരി ഷൗട്ട് ചെയ്തും പറയാൻ പറ്റും, തമാശയ്ക്കും പറയാൻ പറ്റും. പുള്ളിയുടെ ഒരു ശൈലി അതാ, അത് വേറെ രീതിയിലൊന്നും കാണത്തില്ല. അത് പുള്ളിയുടെ നിഷ്കളങ്കത കൊണ്ടാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്, വിടുവായുത്തരമാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്നാലും അയാൾ പറയുന്ന പ്രസംഗത്തിൽ എന്ത് പറഞ്ഞാലും ആർക്കും. അപ്പം ഇതിനകത്ത് പലവട്ടം ഈരാറ്റുപേട്ടയിൽ വിഷയം വന്നപ്പം, അല്ലെങ്കിൽ ഈ ലവ് ജിഹാദിന്റെ വിഷയം വന്നപ്പോൾ SDPക്കാരൻ ഭരണം നടത്തിയപ്പോൾ PC ജോർജ് ഉള്ളായിരുന്നു വർത്താനം പറയാൻ. KJ തോമസ് അല്ലേ അദ്ദേഹത്തിന് കൈവെട്ടിയപ്പം, TJ ജോസഫ് അദ്ദേഹത്തിന് കൈവെട്ടിയപ്പം CPM വേറെ ആൾക്കാരെല്ലാം അടിച്ചു നിന്നപ്പോഴും സഭ പോലും അമ്പരം നിന്നപ്പം PC ജോർജ് ഉള്ളായിരുന്നു കാര്യം പറയാൻ. അതുപോലെ തന്നെ ഈരാറ്റുപേട്ടയിൽ പാലയിൽ
ബിഷപ്പ് ഹൗസിലോട്ട് വന്നു. ഈരാറ്റുപേട്ടയിലെ പള്ളിയിലെ വണ്ടി കയറ്റിയും ആ പള്ളിയിലതിൻ്റെ നെഞ്ചത്ത് സ്കൂട്ടർ കയറ്റിയപ്പോഴും പറയാൻ അദ്ദേഹമുള്ള വേറെ രാഷ്ട്രീയ പാർട്ടികളൊന്നും പരസ്യമായിട്ട് പറയാനില്ല. അപ്പോൾ അവർക്ക് ബോധ്യം വരുന്നു, അല്ലെങ്കിൽ അവരുടെ ഭാഗമായിട്ട് നിൽക്കാൻ, അവരെ ആക്രമിക്കാൻ പോലും തയ്യാറായി നിൽക്കുന്ന ഒരു അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകൾ, അല്ലെങ്കിൽ അത്തരത്തിൽ SDP-ക്കാരും PFI-ക്കാരും ഒക്കെ വരുമ്പോൾ അന്ന് അതിനുവേണ്ടി അത് ശരിയല്ലെന്ന് സംസാരിക്കാൻ CPM അല്ലെങ്കിൽ BJP RSS വരുമ്പോൾ അതിൻ്റെ കൂടെ നിന്ന് സംസാരിക്കാൻ PC ജോർജ് ഉണ്ടാകുന്നു. ആ PC ജോർജ് ഇപ്പോൾ BJP-യുടെ ഭാഗമാകുന്നു. ആ PC ജോർജിന് കൃത്യമായ ഉത്തരവാദിത്തങ്ങൾ കൊടുത്ത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തെ നാളെ കാലത്ത് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഭാഗമാക്കി മാറ്റുമെന്ന് ക്രിസ്ത്യാനിക്ക് തോന്നിയാൽ ആ വോട്ട് കിട്ടുന്ന ഒരവസ്ഥ വരും. അപ്പം സംഘടനാ തെരഞ്ഞെടുപ്പിനകത്ത് അവർ ഈ പറയുന്ന 30 ജില്ലകൾ തീരുമാനിക്കുമ്പോൾ, അല്ലെങ്കിൽ ജില്ലാ പ്രസിഡന്റുമാരെ തീരുമാനിക്കുമ്പോൾ, 3 ക്രിസ്ത്യാനി ജില്ലാ പ്രസിഡന്റുമാരെ തീരുമാനിക്കുമ്പോൾ, വനിതകളെ 3 തീരുമാനിക്കുമ്പോൾ, താഴെ തട്ടിൽ നിന്നും ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ട പരിഗണന കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ന്യൂനപക്ഷത്തിന് വേണ്ട പരിഗണന, ആ ന്യൂനപക്ഷം എന്നുള്ള ക്രിസ്ത്യാനിയാണ് അവരെ സഹായിക്കാൻ താല്പര്യമുള്ളത്, അല്ലെങ്കിൽ അതിനൊരു ചിന്ത വന്ന് BJP ആയാലും കുഴപ്പമില്ല എന്നൊരു ചിന്ത വന്നിട്ടുള്ളത്. അതുകൊണ്ട് അവർ കൃത്യമായ ഈ PC ജോർജിനെയും ഒരുപക്ഷെ ഷോൺ ജോർജിനെയും ഒക്കെ കൃത്യമായ നേതൃത്വത്തിൽ ഈ പുനഃസംഘടനയുടെ കൂടി അവർക്കും കൃത്യമായ നേതൃത്വം കൊടുത്ത് ബോധ്യപ്പെടുത്തി ക്രിസ്ത്യാനിക്ക് ഇതിനകത്ത് കൃത്യമായ ഒരു അംഗീകാരം കിട്ടുന്ന പാർട്ടിയാണെന്ന് അവർക്ക് ബോധ്യം വരുത്തി വരുന്ന ഒരവസ്ഥ വന്നാൽ UDF-നകത്തു നിന്ന് ആ 15% വോട്ട് ഒരു പരിധി വരെ 15% ഒന്നിച്ചിങ്ങ് പോരുമെന്നല്ല, അടർത്തിയെടുത്താൽ അവർക്ക് നാളെ കാലത്തെ MLA-മാരുണ്ടാകുന്നത് എളുപ്പത്തിലായിരിക്കും, MP-മാരുണ്ടാകുന്നത് എളുപ്പത്തിലായിരിക്കും. തൃശ്ശൂർ ക്രിസ്ത്യാനി സുരേഷ് ഗോപിയെ കൃത്യമായിട്ട് സഹായിച്ചിട്ടുണ്ട്. അത് BJP-യുടെ സ്ഥാനാർത്ഥിയാണെന്നറിഞ്ഞ് തന്നെയാണ് സഹായിച്ചത്. അതേ രീതിയിൽ അവർക്ക് വിശ്വാസം ഉണ്ടാകുന്ന രീതിയിലേക്ക് ഈ ന്യൂനപക്ഷത്തെ അവരുടെ ഭാഗമാക്കി നിർത്തിയാൽ മാത്രമേ BJP വിചാരിക്കുന്ന രീതിയിൽ ഉള്ള ഒരു സംഘടനാ സംവിധാനത്തിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ 80-ലുണ്ടായ BJP, 84 തൊട്ട് കേരളത്തിൽ മത്സരിക്കുന്ന BJP, ഇതുപോലെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തുന്ന BJP, അതിനകത്ത് 2004 PC തോമസ് ജയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 2016 നേമത്ത് രാജഗോപാൽ ജയിച്ചിട്ടുണ്ട്, ഈ പറഞ്ഞ 2024 സുരേഷ് ഗോപി ജയിച്ചിട്ടുള്ളതിൽ ഈ ജയം കൊണ്ട് കേരളത്തിൽ കൃത്യമായ BJP-യുടെ സാന്നിധ്യം അറിയിക്കാൻ പറ്റത്തില്ല. അതിനൊരു സാധ്യത ഉള്ളത് കൃത്യമായി വളരെ ബുദ്ധിപരമായി സോഷ്യൽ എഞ്ചിനീയറിൽ കൂടി കൃത്യമായ രാഷ്ട്രീയ മെയ്വഴക്കത്തോടു കൂടി പോയാൽ അധികാരത്തിൽ വരാൻ സാധിക്കും. ആ രീതിയിലേക്കുള്ള ഒരു തീരുമാനമൊക്കെ ആയിട്ട് പോയാൽ ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് 2026 ഗുണം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോകും. അതിന് വേണ്ട നേതൃത്വം അല്ലെങ്കിൽ രൂപീകരിക്കുന്ന ഒരു സംഘടനാ തിരഞ്ഞെടുപ്പാകണം BJP-യുടെ സംഘടനാ തെരഞ്ഞെടുപ്പ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.